മഹാമണ്ഡലേശ്വർ സംപൂജ്യ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്, ബഹുമാനപ്പെട്ട ശ്രീ NP ചെക്കുട്ടി എന്ന ചെക്കുട്ടിയേട്ടൻ, സ്വാഗതം ആശംസിച്ച ശ്രീ T സുധീഷ്, നന്ദി പറയാനിരിക്കുന്ന ശ്രീ MN സുന്ദർരാജ്, മലർജി ഉൾപ്പെടെ, വേണേട്ടനുൾപ്പെടെ, മഹേഷ് ജി ഉൾപ്പെടെ, വസിഷ്ഠ മാഷ് ഉൾപ്പെടെ ഉള്ള ബഹുമാനപ്പെട്ട സദസ്സ്, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഗിരീഷ് മുള്ളങ്കണ്ടി 2015 നമ്മളെ വിട്ടുപോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹാളിലിരിക്കുന്ന ഏറെക്കുറെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളും അതുപോലെ തന്നെ പ്രവർത്തന രീതിയും ഇന്നും മറക്കാത്ത ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം വ്യക്തിപരമായി നമ്മളൊക്കെ തന്നെ ഇടയ്ക്കെങ്കിലും ഗിരീഷിനെക്കുറിച്ച് പരാമർശിക്കാറുള്ളതാണ്. ഗിരീഷ് ഇവിടെ ഓർക്കപ്പെടുന്നത് പല കാരണങ്ങളാലാണ്. ഒന്ന്, അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു എന്നതാണ്. 2, അദ്ദേഹം ഒരു സംഘാടകനായിരുന്നു എന്നതാണ്. 3, അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയായിരുന്നു എന്നതാണ്. 4, അദ്ദേഹം ഒരു മാതൃകയായിരുന്നു എന്നതാണ്. ഇതൊക്കെയാണ് ഗിരീഷിനെക്കുറിച്ച് പൊതുസമൂഹത്തിന് ഓർക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ പറയാൻ കഴിയുന്നത്. എന്നാൽ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്നോ മാധ്യമപ്രവർത്തനം നിർത്തിയെങ്കിലും പിന്നീട് KSEBയിൽ ജോലി ചെയ്യുന്ന കാലത്തും അവസാന നാളുകളിലും ഉൾപ്പെടെ വികസിച്ചുകൊണ്ടിരുന്ന ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ പൊതുസമൂഹത്തിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം കുറച്ചു കാലം ജന്മഭൂമിയിൽ പ്രവർത്തിച്ച അദ്ദേഹം അതിലേറെ കാലം ഒരർത്ഥത്തിൽ മറ്റെല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത് ഇന്നത്തെ മാധ്യമപ്രവർത്തന കാലമല്ല. ഞാൻ നേരത്തെ ഞങ്ങളവിടെ ഇരുന്നപ്പോൾ വേണുവേട്ടനും ചെക്കുട്ടിയേട്ടനൊക്കെ പഴയ കാലത്തെ മാധ്യമപ്രവർത്തന കാലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ആ ഒരു കാലത്തിൻ്റെ പ്രതിനിധിയാണ് ശ്രീ ഗിരീഷ് മുള്ളങ്കണ്ടി. കാരണം അന്നത്തെ കാലത്ത് മാധ്യമപ്രവർത്തകർ തമ്മിൽ വലിയ മത്സരമുണ്ടായിരുന്നു. വളരെ ആരോഗ്യകരമായ മത്സരമാണ്. ജന്മഭൂമിയിലെ മാധ്യമപ്രവർത്തകനും സിറാജിലെ മാധ്യമപ്രവർത്തകനും മാതൃഭൂമിയിലെ മാധ്യമപ്രവർത്തകനും ദേശാഭിമാനിയിലെ മാധ്യമപ്രവർത്തകനുമൊക്കെ വളരെ നല്ല സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്നുവെങ്കിലും അവർക്കിടയിൽ ആരോഗ്യകരമായ മത്സരം നിലനിന്നിരുന്നു. ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പത്രപ്രവർത്തകർ ആഗ്രഹിച്ചിരുന്ന ഒരു സംഗതി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ സ്കൂപ്പ് വാർത്തകളാണ്. അതായത് മറ്റ് പത്രങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിൽ കാണാൻ ഇടയില്ലാത്ത വാർത്തകളും അതോടൊപ്പം തന്നെ ഞെട്ടിക്കുന്ന വാർത്തകളും. സ്വാഭാവികമായിട്ടും ഞെട്ടിക്കുന്ന വാർത്തകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്രീ J ഗോപികൃഷ്ണൻ പയനീറിൽ അദ്ദേഹം ചെയ്ത 2G സ്കാം സംബന്ധിച്ച ഏതാണ്ട് 1.78 ലക്ഷം കോടിയുടെ അങ്ങാണ്ട് അഴിമതി എന്ന് ആരോപിക്കപ്പെട്ട 2G സ്പെക്ട്രം കേസ്, അത് അന്നും ഇന്നും ഭാരതത്തിലെ വാർത്താലോകത്തെ ഞെട്ടിച്ച ഒരു വാർത്തയാണ്. അത്തരത്തിലൊരു സ്കൂപ്പ് സ്റ്റോറിയായിരുന്നു അത്. അതിൽ നിന്ന് താഴോട്ട് വന്നാൽ എക്സ്ക്ലൂസീവ് വാർത്തകൾ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പിറകിലാണ് ശരിക്കും പത്രപ്രവർത്തകർ. നമ്മൾ ധരിക്കും ഇത്തരത്തിലുള്ള പരിപാടികൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ അനലിറ്റിക്കലായിട്ട് എന്തെങ്കിലും എഴുതുക എന്നുള്ളതാണ് പത്രപ്രവർത്തകർ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയല്ല. അത് പത്രപ്രവർത്തകരുടെ റുട്ടീൻ നിത്യേന അവർ ചെയ്യേണ്ടുന്ന ജോലിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്ത് കിട്ടുമെന്നാണ് മാധ്യമപ്രവർത്തകർ അന്വേഷിക്കുക. സത്യത്തിൽ മാധ്യമപ്രവർത്തകരുമായി, നല്ല മാധ്യമപ്രവർത്തകരുമായി നമുക്ക് സൗഹൃദമോ ബന്ധമോ സ്ഥാപിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ സത്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന എന്താണ് എന്നുള്ളതിനുള്ള ഒരു പാഠമായിരുന്നു ശ്രീ ഗിരീഷ് മുള്ളങ്കണ്ടി. കാരണം വാർത്ത എന്ന് തോന്നുന്ന ഏത് കാര്യം കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ എവിടെ നടന്നാലും അതിന് ന്യൂസ് സെൻസ് എന്നാണ് പത്രപ്രവർത്തകർ പറയുക. ആ ന്യൂസ് സെൻസ് നല്ലതുപോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ ഗിരീഷ് മുള്ളങ്കണ്ടി. അതുണ്ട് എന്ന് മാത്രമല്ല, മാധ്യമപ്രവർത്തന മേഖലയിൽ നിന്ന് പുറത്തു പോയിട്ടും അതിനെ ഫലപ്രദമായി അദ്ദേഹം വിനിയോഗിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു വാർത്ത കിട്ടുമ്പോൾ, ഒരു വാർത്ത സംബന്ധിച്ച ടിപ്പ്, അതിൻ്റെ ഒരു പ്രാഥമിക വിവരം ലഭിക്കുമ്പോൾ ഇത് ഏത് മാധ്യമപ്രവർത്തകന് ചേരും, ഏത് മാധ്യമത്തിന് ചേരും എന്ന രീതിയിൽ മനസ്സിലാക്കി അവരെ അറിയിച്ച് ആ വാർത്ത പ്രസിദ്ധീകരിച്ച് കാണുന്നതിനുള്ള അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചെടുക്കുന്നതിനുള്ള ഒരു വൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പുലർകാലങ്ങളിലായിരുന്നു ഗിരീഷ് ഏറ്റവും സജീവമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ
രാവിലെയൊക്കെ പത്രങ്ങളെല്ലാം വായിച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ കൂടെ ഉറക്കം കളയുന്ന രീതിയിലായിരുന്നു പുള്ളി. കാരണം എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാർത്ത കണ്ടാൽ അപ്പം തന്നെ പത്രപ്രവർത്തകരെ വിളിച്ച് അലർട്ട് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരുന്നു. എന്തായാലും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നില്ല, കാരണം അനുസ്മരണ പ്രഭാഷണം നടത്താൻ വേണ്ടി ചെക്കുട്ടിയേട്ടനുണ്ട് എന്ന് മാത്രമല്ല, ഇത്രയും കാലത്തിനിടെ അനുസ്മരണം നടത്തിയപ്പോൾ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ ചെക്കുട്ടിയേട്ടൻ ഇതുവരെ അനുസ്മരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ അദ്ദേഹം ചെയ്യുന്നു എന്നുള്ള ഒരു സവിശേഷത കൂടെയുണ്ട്. ഞാൻ എന്തായാലും ഗിരീഷിൻ്റെ ഈ പശ്ചാത്തലം വെച്ചിട്ട് നമ്മുടെ ഇന്നത്തെ മാധ്യമപ്രവർത്തനത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി അതിനുവേണ്ടിയാണ് ശരിക്ക് അന്നത്തെ കാലവും അന്നത്തെ മാധ്യമപ്രവർത്തനം എന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചത്. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 2015 വരെ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനു മുൻപേ അദ്ദേഹം ജന്മഭൂമി വിട്ടു കഴിഞ്ഞിട്ടും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ച കാലഘട്ടം, അത് 2015 വരെയൊക്കെയുള്ള ഒരു കാലഘട്ടം. ആ കാലവും ഈ കാലവും എന്ന് മാധ്യമപ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു നമ്മൾ വായനക്കാരൻ എന്ന നിലയിലോ അല്ലെങ്കിൽ പ്രേക്ഷകൻ എന്ന നിലയിലോ നമ്മുടെ പൊതുസമൂഹം ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. നമുക്ക് ഏതാണ്ട് ഒരു കോവിഡ് കാലത്തിനിപ്പുറം വലിയ മാറ്റം മാധ്യമങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കോവിഡിൻ്റെ പേരിൽ, കോവിഡ് എന്നുള്ളത് ഒരർത്ഥത്തിൽ സ്വകാര്യ മുതലാളിമാർക്കോ അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ ആൾക്കാർക്കോ ഒരു സുവർണാവസരമായിരുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരുന്ന ഒരു സംഗതി മാധ്യമരംഗത്തുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പത്രങ്ങൾ പേജിൻ്റെ എണ്ണം കുറച്ചു, അതേസമയം വാർത്തകൾ കുറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം ആ കോവിഡ് കാലം തൊട്ട് ഇങ്ങോട്ട് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ കുറഞ്ഞു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നു, റിപ്പോർട്ടിങ്ങിൽ ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു. അത് ഈ ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യയൊക്കെ ഒരു ഘടകമാണ്. അതുകൊണ്ട് കൂടുതൽ റിപ്പോർട്ടുകൾ കിട്ടുന്ന സാഹചര്യം പത്രങ്ങൾക്കായാലും ടെലിവിഷൻ ചാനലുകൾക്കായാലും ഉണ്ട്. എന്നാൽ അത്രയും വാർത്ത ജനങ്ങൾക്കോ വായനക്കാരനോ പ്രേക്ഷകനോ നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താണ് പറയുക, നമ്പർ 1 കേരളം എന്ന് പറയുന്ന കേരളത്തിലെ വായനക്കാരനോ പ്രേക്ഷകനോ അതിനെക്കുറിച്ച് യാതൊരു വേവലാതിയും പരാതിയും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ സ്ഥിതി. അപ്പോൾ സത്യത്തിൽ നമ്മുടെ വായനക്കാർ ഗൗരവപൂർവ്വമാണ് പത്രത്തെ സമീപിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ വായനക്കാരനെ പത്രങ്ങൾ ചൂഷണം ചെയ്യുകയല്ലേ, ടെലിവിഷൻ ചാനലുകൾ ചൂഷണം ചെയ്യുകയല്ലേ? നമുക്ക് ഈ പത്രങ്ങളുടെ ആയാലും ചാനലിൻ്റെ ആയാലും ഒക്കെ എഡിറ്റോറിയൽ കണ്ടൻറ്റും പരസ്യവും തമ്മിലൊരു റേഷ്യോ വേണം. ഏതാണ്ട് നമ്മൾ 65-35 എന്നൊക്കെ പറയും. ആ റേഷ്യോയ്ക്ക് ഇന്ന് ഏതെങ്കിലും പത്രമോ ചാനലോ പാലിക്കുന്നുണ്ടോ? ഏതൊക്കെ തരത്തിലാണ് പരസ്യങ്ങൾ ചാനലുകളിൽ കയറി വരുന്നത്? എന്നിട്ടും നമ്മളത് കണ്ടിരിക്കുകയല്ലേ? നമ്മൾ ഈ ചാനലുകളോടോ പത്രങ്ങളോടോ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഗിരീഷ് ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നുവെങ്കിൽ കേരളം അതേക്കുറിച്ച് പ്രതികരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയെങ്കിലും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ കാലം മാറിയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ വാർത്തയുടെ വിശ്വാസ്യത. നമുക്ക് അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നത് ന്യൂസ് ഏജൻസികൾ, നമുക്ക് PTI UNA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് ഏജൻസികൾ ഉണ്ടായിരുന്നു. ഈ ന്യൂസ് ഏജൻസികളാണ് ശരിക്കും മാധ്യമ സ്ഥാപനങ്ങൾക്ക് വാർത്ത എത്തിച്ചു കൊടുത്തിരുന്ന പ്രധാന സ്ഥാപനങ്ങൾ. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത്തരം ന്യൂസ് ഏജൻസികൾ തന്നെ ഇല്ലാതെയായി എന്ന് മാത്രമല്ല, ആ ന്യൂസ് ഏജൻസികളുടെ സ്ഥലത്ത് മറ്റാരൊക്കെയോ കടന്നുകൂടി. അതുകൊണ്ടാണ് ഈ വ്യാജ വാർത്തകൾ കടന്നു കയറുന്ന സാഹചര്യം നമ്മുടെ മാധ്യമപ്രവർത്തന മേഖലയിൽ സംഭവിച്ചത്. എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാണ് ശരിക്കും നമ്മുടെ റിപ്പോർട്ടർമാർ ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ആ ഒരു ധാര നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ പത്രപ്രവർത്തനത്തിൻ്റെ ശൈലി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എത്രയോ പതിറ്റാണ്ടുകൾ കൊണ്ട് എത്രയോ വഴികാട്ടികളായി നിന്ന മുൻഗാമികൾ അവർ നേടിയെടുത്തത്, മാധ്യമപ്രവർത്തന മേഖലയിൽ അത് നേടിയെടുത്തത് നമുക്കറിയാം. നമ്മുടെ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ, അത് മാതൃഭൂമിയാകട്ടെ മനോരമയാകട്ടെ, ഇവരൊക്കെ നേരത്തെ വിദേശത്ത് അവരുടെ പത്രപ്രവർത്തകരെ അയച്ച് അവിടെ നിന്ന് പത്രപ്രവർത്തനത്തിൻ്റെ രീതികൾ പഠിച്ച് അതിനെ കേരളത്തിന് പറ്റുന്ന ഭാരതത്തിന് പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്ന പ്രവർത്തനം നടത്തിയിരുന്നു. അങ്ങനെ ദശാബ്ദങ്ങൾ കൊണ്ട് നമ്മൾ മാധ്യമപ്രവർത്തന മേഖലയിൽ ആർജിച്ചെടുത്തതെല്ലാം ഇന്ന് ഒരു മാധ്യമ ബിസിനസ് എന്ന രീതിയിലേക്ക് മാറി. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ഇന്നിപ്പോൾ നമ്മുടെ ചാനലുകൾക്ക് പോലും നമ്മൾ കച്ചവടക്കാരെ പേരിട്ടിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ആ പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ കച്ചവടക്കാർക്ക് കയറി കളിക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ ടെലിവിഷൻ ചാനലുകളോ അല്ലെങ്കിൽ പത്രസ്ഥാപനങ്ങളോ മാറുന്ന രീതിയിലേക്ക് പോയി. വാർത്തകൾ വിൽക്കുന്ന കാലമാണ്. കാരണം നിങ്ങൾ എനിക്ക് പൈസ തരൂ, ഞാൻ വാർത്ത കൊടുക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറി. എന്നാൽ അതാണ് ശരി, കാരണം അതുമാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന രീതിയിലേക്ക് മാധ്യമപ്രവർത്തകരും മാറി. കാരണം നമ്മുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ഉപജീവന മാർഗത്തിന് ഉള്ള ഒരു തൊഴിൽ മാത്രമാണ് മാധ്യമപ്രവർത്തനം എന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മുടെ മാധ്യമപ്രവർത്തകരും മാറുന്ന ഒരു സാഹചര്യം. അല്ലാതെ ഒരു സാമൂഹിക പ്രതിബദ്ധതയോ അത്തരം കാര്യങ്ങളോ ഒന്നും നമ്മൾ പാലിക്കേണ്ടതില്ല എന്നൊരു ഘട്ടത്തിലേക്ക് മാധ്യമപ്രവർത്തകരും എത്തി. അത്തരത്തിൽ മാധ്യമപ്രവർത്തകരെത്തിയപ്പോൾ ഉണ്ടായ അപജയങ്ങളാണ് സത്യത്തിൽ നമുക്കിന്നുള്ളത്. ഇപ്പോൾ ഇന്ന് പോലും ഞങ്ങൾ അത്തരം ഒരു വാർത്തയെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഉള്ളൂ. കാരണം ഒരു വാർത്തയെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തക അന്വേഷിക്കുന്നു.
ആ വാർത്തയിൽ യാഥാർത്ഥ്യമില്ല, അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ വാർത്ത ശരിയല്ല എന്ന് രേഖകൾ സഹിതം തെളിയിക്കപ്പെടുന്നു. എന്നിട്ടും അതേക്കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് നേരത്തെ ഈ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് അവരുടെ മനസ്സിലുണ്ടായ തെറ്റിദ്ധാരണകൾ വെച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെ ഇതിനെ സമീപിക്കണം എന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് മാധ്യമപ്രവർത്തകർ മാറിപ്പോയി. ഞാൻ ഈ പറഞ്ഞ ഇതേ റിപ്പോർട്ടിലുണ്ടായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകർ, ഞാൻ നേരത്തെ ഗിരീഷിൻ്റെ കാര്യം പറഞ്ഞു, ഗിരീഷ് പത്രപ്രവർത്തകരിലേക്ക് എത്തിയെന്ന് പറയുന്നത് പോലെ പത്രപ്രവർത്തകർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് ന്യൂസ് സോഴ്സ്, വാർത്താ സോഴ്സ്. അതെന്തുമാകാം. മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാർത്തയുടെ ഒരു അറ്റം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആരും അയാൾക്ക് ഒരു വാർത്താ സോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ എന്നും ശ്രമിക്കുന്നത് ഇത്തരം വാർത്താ സോഴ്സുകളെ ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ആയിരിക്കണം ശ്രമിക്കുന്നത്. ഇന്നത്തെ മാധ്യമപ്രവർത്തകർ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഓർക്കുന്നുണ്ട്, ഒരു കാലത്ത് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു പ്രഡിക്ഷൻ നടത്തണം. ഇന്ന മണ്ഡലത്തിൽ ഇന്നയാൾ ജയിക്കും, അല്ലെങ്കിൽ കേരളത്തിൽ ഇന്നയാൾ ജയിക്കും, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഭാരതത്തിൽ ഇന്നയാൾ ഭരിക്കും എന്നൊക്കെ അദ്ദേഹത്തിന് ഒരു പ്രഡിക്ഷൻ നടത്തണം. ഇന്നിപ്പോൾ മാധ്യമങ്ങളൊക്കെ, ടെലിവിഷൻ ചാനലുകളായാലും പത്രങ്ങളായാലും ഒക്കെ സർവേ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് ഇതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത, പൊളിറ്റിക്സ് സ്പെഷ്യലൈസ് ചെയ്ത, രാഷ്ട്രീയ ത്തെക്കുറിച്ച് നന്നായിട്ട് ആഴത്തിൽ അറിയുന്ന മാധ്യമപ്രവർത്തകരെ, മുതിർന്ന മാധ്യമപ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു സംഘം മാധ്യമപ്രവർത്തകരെ മാധ്യമ സ്ഥാപനങ്ങൾ അതിന് ചുമതലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇലക്ഷൻ്റെ കുറച്ച് മുന്നേ തന്നെ അവരെ ഇങ്ങനെ കയറഴിച്ചു വിടും. അപ്പോൾ അവരവരുടെ വഴിക്ക് പോകും. അങ്ങനെ അവസാനം അവരുടെ കൺക്ലൂഷനുമായിട്ട് വരും, ഇത്തവണ ഇവിടെ UDF ജയിക്കും, അല്ലെങ്കിൽ ഇത്തവണ LDF ജയിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ജയിക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പ്രഡിക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഞാൻ പറയുന്നത് പഴയ കാലത്താണ്, അദ്ദേഹത്തിൻ്റെ അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ അതിനിടയിൽ അദ്ദേഹം ഒരാളെ കണ്ടെത്തി, ഒരു നഗരത്തിൽ വെച്ച ഒരാളെ കണ്ടെത്തിയിട്ട് അയാളോട് ചോദിക്കുകയാണ്, ഈ ഇലക്ഷനിൽ ആര് ജയിക്കും? അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, നിങ്ങളാരാ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പത്രപ്രവർത്തകനാണ്. ഉടനെ തന്നെ ഇദ്ദേഹം ആകെ പേടിച്ച് പിൻവാങ്ങുകയാണ്. അപ്പോൾ ഇദ്ദേഹം വിടുന്നില്ല. ഈ പത്രപ്രവർത്തകൻ അയാളെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ഒരാളെ കിട്ടിയതാണ്. അപ്പോൾ ആൾ മറുപടി പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അസ്വസ്ഥനാവുകയാണ്. അപ്പോൾ അങ്ങനെ അവസാനം അതൊരു സംഘർഷത്തിൽ എത്തിച്ചേരുകയാണ്. ഞാൻ പറയുന്നത് അത്രത്തോളം പത്രപ്രവർത്തകർ അന്ന് ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചതും ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്നതും. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്തരം വാർത്താ സോഴ്സുകളെ ഉണ്ടാക്കിയെടുക്കാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ഓരോ മാധ്യമപ്രവർത്തകരാണ് വിലയിരുത്തേണ്ടത്. പക്ഷേ അതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതിന് നമുക്ക് അവരുടെ ചാനലുകളിൽ അല്ലെങ്കിൽ പത്രങ്ങളിൽ അവർ എങ്ങനെ ഈ സോഴ്സിനെ ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ടെലിവിഷൻ ചാനലുകൾ എടുത്ത് നോക്കിയാൽ ഇത്തരത്തിലുള്ള പല സോഴ്സുകളുടെയും ബൈറ്റുകൾ അവർ നേരിട്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അവരെ റിപ്പോർട്ടർ ഉദ്ധരിക്കുന്നത് കാണാം. ആ സമയത്ത് ഏറ്റവും ഫലപ്രദമായ രീതിയിലാണോ ഈ സോഴ്സിനെ ഈ റിപ്പോർട്ടർ കൈകാര്യം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയൽ ഡെസ്ക് കൈകാര്യം ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മൾ നിരീക്ഷിക്കുമ്പം ഇന്നത്തെ സാഹചര്യത്തിൽ ആ ഒരു കഴിവ് ദൃശ്യമാധ്യമ മേഖലയിൽ വളരെയധികം പിറകോട്ടാണ് പോകുന്നത് എന്നാണ് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുക. എന്ന് പറഞ്ഞ പോലെ പത്രത്തിൻ്റെ കാര്യം എടുത്താൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഉദാഹരണം, അതായത് ഒരു മാധ്യമപ്രവർത്തകയോട് നിങ്ങളുടെ കയ്യിലുള്ള വാർത്ത ശരിയല്ല എന്ന് നമ്മൾ രേഖകൾ വെച്ച് അവരെ ബോധ്യപ്പെടുത്തുന്നു. എന്നിട്ടും അവർ ആ വാർത്തയിൽ നിന്ന് പിൻവാങ്ങാതെ അതിൻ്റെ തുടക്കത്തിൽ ഈ തെറ്റായ, നേരത്തെ അവർക്ക് എന്താണോ ആ വാർത്തയെക്കുറിച്ചുണ്ടായ തെറ്റിദ്ധാരണ, അത് തന്നെ ലീഡ് ചെയ്തുകൊണ്ട് അതിനെ വാർത്തയാക്കുകയും, പക്ഷേ താഴെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ മേളിൽ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാനീ ചെയ്യുന്നത് ഈ രീതിയിലൊരു വിഡ്ഢിത്തമാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരികയും വലിയൊരു പത്രത്തിൻ്റെ, ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ബാനറിൽ ആ വാർത്ത വരികയും ചെയ്യുകയാണ്. ഇനി ആ വാർത്തയ്ക്കകത്തേക്ക് കടന്നാൽ വാർത്ത സാധാരണ മാധ്യമപ്രവർത്തകർ വാർത്തയെ ബാലൻസ് ചെയ്യുക എന്ന് പറയും. അതായത് പക്ഷവും പ്രതിപക്ഷവും കൊടുക്കണം, അങ്ങനെ ന്യൂട്രലാക്കണം വാർത്തയെന്ന് പറയും. അതിനുള്ളൊരു ദയനീയ ശ്രമം ഈ മാധ്യമപ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് പറ്റിയ പരാജയം എന്താണെന്ന് വെച്ചാൽ, ആ വാർത്തയ്ക്കെതിരെ, വാർത്തയെ അനുകൂലിച്ച് നിൽക്കുന്നവരെ പേരും പദവിയും ഒക്കെ പറഞ്ഞുകൊണ്ട് അവരെ കോട്ട് ചെയ്തപ്പോൾ വാർത്തയ്ക്കെതിരെ നിൽക്കുന്നവരെ സോഴ്സസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും, ആ രീതിയിലൊരു പ്രയോഗം വെച്ചുകൊണ്ടാണ് ആ ഭാഗം കൊടുത്തത്. എന്നാൽ ഈ പ്രസിദ്ധീകരിച്ച വാർത്തയാകട്ടെ മറ്റൊരു തരത്തിൽ വിവാദമുള്ള ഒരു വാർത്തയൊന്നുമല്ല, ഒരു വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സോഴ്സിനെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യം വരുന്നില്ല. നമ്മൾ സോഴ്സിനെ, ഒരു മാധ്യമപ്രവർത്തകൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരുന്നത് ആ സോഴ്സിന് എന്തെങ്കിലും അപകടമുണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റ് ഓതൻറ്റിക് സോഴ്സിനെ കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളത് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവിടെ അതിനു പകരം ഇത് പറയാൻ പേടിയുള്ള, അർഹത ഇല്ലാത്ത ചിലർ പറഞ്ഞപ്പോൾ അവരെ ഉദ്ധരിക്കാൻ വേണ്ടി ചെയ്തത് അൺഐഡൻറ്റിഫൈഡ് സോഴ്സസ്, പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ചില വാർത്താ സ്രോതസ്സുകൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ ആ വാർത്തയെ അവതരിപ്പിച്ചു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇത്രയും ചെയ്തിട്ട് ഒരു റിപ്പോർട്ടർ, ഞാൻ പറഞ്ഞു ആദ്യമേ അവരോട് പറഞ്ഞു നിങ്ങളുടെ ഈ വാർത്ത ശരിയല്ല എന്ന് അവരോട് പറഞ്ഞു. അതിലവർക്കത് മനസ്സിലായില്ല.
എന്നിട്ടും അവർ വാർത്ത എഴുതാനിരുന്നു. അവർ വാർത്ത എഴുതി. ആ വാർത്ത തന്നെ പരസ്പരം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞൊരു വാർത്ത. എന്നിട്ട് ആ വാർത്തയെ നമ്മൾ മനസ്സിലാക്കണം. എഡിറ്റോറിയൽ ഡെസ്ക് എന്ന് പറഞ്ഞൊരു സംഗതി ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുണ്ട്. അവരുടെ കയ്യിലൂടെ കടന്നുപോയി അവിടെയും ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകരുടെ ഭാഷയെ പറഞ്ഞ ഹൗളർ എന്ന് പറഞ്ഞ വലിയ മണ്ടത്തരം അവിടെയും പിടിക്കപ്പെട്ടില്ല. അപ്പോൾ ഈ സത്യത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഈ മാധ്യമ സ്ഥാപനത്തെ ഒന്നാകെ നോക്കിയിട്ട് സമൂഹം വല്ലാതെ പരിഹസിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലേക്ക് മാധ്യമപ്രവർത്തനം മാറിയ ഒരു കാലത്ത് നമ്മൾ ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പല പല കാര്യങ്ങളും കാരണങ്ങളും ഉണ്ട്. അപ്പോൾ അതിലേക്ക് വിശദമായിട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ ആ ധാര നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്നിപ്പോൾ നമുക്ക് ടെലിവിഷൻ ചാനലുകൾ ആരും കാണുന്നില്ല, പത്രങ്ങൾ ആരും വായിക്കുന്നില്ല എന്ന് മാധ്യമപ്രവർത്തകരും അല്ലെങ്കിൽ മാധ്യമ മുതലാളിമാരും പറയുന്നു. ഇത് ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് ഇവർ ചെയ്യുന്ന എന്താണ്? അനുദിനം അനുനിമിഷം ഇതിൻ്റെ ക്വാളിറ്റി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ന്യൂട്രാലിറ്റി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനം വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഇപ്പുറത്ത് പരിതപിച്ചിട്ട് എന്താണ് കാര്യം? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ടായിരുന്ന പത്രത്തിൻ്റെ മുമ്പെയുള്ള സർക്കുലേഷൻ 25 ലക്ഷമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഒരു 17 ലക്ഷമോ 18 ലക്ഷമോ ആയി എന്നാണ് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പത്രത്തിൻ്റെ സർക്കുലേഷനൊക്കെ വളരെ ദയനീയമാണെന്ന് പറയുന്നു. ഇതൊക്കെ നമ്മളിപ്പോൾ പറയുന്നത് ഔദ്യോഗിക ഫിഗേഴ്സ് വെച്ചിട്ടാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എത്ര വീടുകളിൽ പത്രം വാങ്ങുന്നു എന്ന് കൃത്യമായിട്ട് എണ്ണി നോക്കേണ്ടി വരും. ഏതൊക്കെ രീതിയിലാണ് പത്രങ്ങൾ തമ്മിലുള്ള പരസ്യങ്ങൾ കൊടുത്തിട്ട് പരസ്പരമുള്ള ഏറ്റുമുട്ടലിൽ മലീമസമായ ഒരു മാധ്യമരംഗം കേരളത്തിലുണ്ടായതെന്ന് നമുക്കറിയാം. ഇത് തന്നെയാണ് ടെലിവിഷൻ ചാനലുകളുടെയും സ്ഥിതി. കാരണം ബാർക്ക് റേറ്റിംഗ് എന്നൊക്കെ വെച്ചിട്ട് ഏത് ചാനലും ഞങ്ങൾ മുൻപിലാണ് എന്ന് കാണിക്കാവുന്ന രീതിയിലുള്ള റേറ്റിംഗും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ എത്ര പേര് പിന്തുടരുന്നു എന്നറിയാൻ കഴിയില്ല. അതുപോലെ തന്നെ അതേ കണ്ടന്റാണ് ഇവരെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് വിടുന്നത്. അപ്പോൾ അതിനെങ്ങനെ എത്ര വ്യൂവർഷിപ്പ് വരുന്നു? അതുകൊണ്ട് ഈ ബാർക്ക് റേറ്റിംഗ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ രീതിയിലൊക്കെ ഉള്ളൊരു സാഹചര്യമാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങൾ നേരിട്ട് തന്നെ മാധ്യമങ്ങളുടെ വില ഇടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എത്തിയിട്ട് ഇപ്പോൾ അവസാനം മാധ്യമ സ്ഥാപനങ്ങളുടെ തലവന്മാർ രാഷ്ട്രീയ യാത്ര, കേരള യാത്രയൊക്കെ നടത്തുന്ന സാഹചര്യം കൂടെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്രങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ജനങ്ങൾ അകന്നതോടുകൂടി നമ്മളുടെ പൊതുവിജ്ഞാനം എന്നതില്ല എന്ന് നമ്മൾ പറയുന്നു. ഭാഷ മെച്ചപ്പെടുന്നില്ല എന്ന് നമ്മൾ പറയുന്നു. ആശയവിനിമയ പാടവം കുറയുന്നു എന്ന് നമ്മൾ പറയുന്നു. ഇതൊക്കെ കുറയുന്നതിന് മാധ്യമങ്ങളുമായിട്ട് പൊതുസമൂഹത്തിനുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയത് ഒരു വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളെ തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനം മാധ്യമങ്ങൾ തന്നെ തിരിച്ചെടുക്കുക, നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസ്യത തിരിച്ചു പിടിക്കുക എന്നുള്ളത് കാലത്തിൻ്റെ ഒരാവശ്യമാണ്. അത് തിരിച്ചറിയാൻ മാധ്യമ സ്ഥാപനങ്ങൾക്ക് സാധിക്കണം. അതിന് ഇത്തരം കൂട്ടായ്മകൾ സഹായകമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറെ മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ഇവിടെയുള്ളത്. നമ്മുടെ മുഖ്യ അതിഥി സംപൂജ്യ സ്വാമിജിയും ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയത് അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തന മേഖലയുമായിട്ടുള്ള ബന്ധം കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു സദസ്സ്, ഈ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഈ ഒരു ആശങ്കയെ വളരെ ഗൗരവത്തോടെ കാണണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.